ജൂൺ 2 ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. വേറൊന്നല്ല, അവൻ്റെ ആഗ്രഹപ്രകാരം ഇത്തവണ അവനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൻ എപ്പോഴും പറയുന്നു പഠിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണമെന്ന്. ഇതൊക്കെ അവൻ്റെ കളിക്കൂട്ടുകാരാണ് കേട്ടോ. ഇവരെപ്പോഴും നടന്ന് സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ അവൻ പറയും എന്ത് രസം അങ്ങനെ നടന്നൊക്കെ സ്കൂളിൽ പോവാൻ, എനിക്കാണ് വീടിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോ കയറിയ സ്കൂളിൻ്റെ മുന്നിൽ ഇറങ്ങണം എന്നൊക്കെ. കൂടാതെ അവൻ്റെ മനസ്സിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ആദ്യ വിത്തിട്ട് ഞാനും ഏട്ടനാണെന്ന് തന്നെ പറയട്ടെ. അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതും കഞ്ഞിയും ചെറുപയറും കഴിച്ചതും വികൃതി കാണിച്ചാൽ നല്ല തല്ല് കിട്ടുന്നതും കക്ക് കളിക്കുന്നതും ഒളിച്ചോളി കളിക്കുന്നതും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ അവൻ്റെ പറഞ്ഞു കൊടുത്തത് അതൊക്കെ അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടാവും കേട്ടോ. കൂടാതെ വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഏട്ടനും അനിയത്തിയൊക്കെ പഠിച്ച് വളർന്ന അതേ സ്കൂളിൽ തന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ എൻ്റെ മോനെയും പഠിപ്പിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷമാണ്. അതൊന്നും കൂടാതെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മോനെ ക്ലാസ്സിലാക്കി ടീച്ചറിനോടൊക്കെ യാത്ര പറഞ്ഞ് വീട്ടിലെത്തിട്ടോ. പിന്നെ എല്ലാ അമ്മമാരെയും പോലെ വൈകുന്നേരം അവങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 4:30 സ്കൂൾ വിട്ടിട്ടോ. താനോട്ട് എത്തിയപ്പോഴേക്കും കഥകളൊക്കെ പറഞ്ഞു. കൂടാതെ അതേ ബാഗിൽ നിന്ന് ഒരു വലിയ പുസ്തകമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അമ്മ ബുക്കിനൊന്നും പൈസ വേണ്ട കേട്ടോ, ഫ്രീ ആണെന്ന്. പിന്നെ അതേ ബുക്കിൻ്റെ കെട്ടൊക്കെ അഴിക്കാനുള്ള തന്ത്രപ്പാടില്ല. എന്തിനാ? പുത്തൻ പുസ്തകത്തിൻ്റെ മണം പിടിക്കാൻ. ആഹാ അന്തസ്. ഇത് ആസ്വദിക്കാത്ത കുട്ടികളുണ്ടാവുമോ? എവിടെ?